ഗൈസ് ഇന്ന് നമ്മൾ ചില ട്രാൻസ്ഫർ വാർത്തകളാണ് സംസാരിക്കാൻ പോകുന്നത്. സ്റ്റീഫൻ എസെ എന്ന് പറഞ്ഞിട്ടുള്ള നൈജീരിയൻ സെൻട്രൽ ബാക്കിനെ ജംഷഡ്പൂർ FC തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഈ ഒരു താരത്തെ ഒരുപക്ഷെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും. കാരണം 2024 ടൈമിലാണ് അദ്ദേഹം കളിക്കുന്നത്. ആ സീസണിൽ ജംഷഡ്പൂർ FCയിൽ ഒരു മികച്ച പ്രകടനം, പ്രത്യേകിച്ച് ഗോൾ സ്കോർ ചെയ്യുന്നൊരു പ്ലെയറാണ്. ഒരു സെൻട്രൽ ബാക്ക് എന്ന നിലയിൽ നോക്കുമ്പോഴത്തേക്കും വാവ് എന്ന് പറയാനില്ലെങ്കിലും എപ്പോഴും ഒരു ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനാണ്. പ്രത്യേകിച്ച് സെറ്റ് പീസ് ഒക്കെ എനിക്ക് 4-5 ഗോൾസ് അദ്ദേഹം ആ ഒരു സീസണിൽ ജംഷഡ്പൂർ FCയിലൊക്കെ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ പിന്നീട് അദ്ദേഹം കളിച്ചതും ക്രൊയേഷ്യനിലാണെങ്കിലും അല്ലെങ്കിൽ പിന്നീട് അദ്ദേഹം സ്കോട്ടിഷ് ലീഗിൽ കളിച്ചിരുന്നു, ഒടുവിൽ വിയറ്റ്നാം ലീഗിൽ കളിച്ചു. എന്താണെങ്കിലും ഇപ്പം 30 ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം. നൈജീരിയയ്ക്ക് വേണ്ടി ഒരു 13 ഇൻ്റർനാഷണൽ മാച്ചും കളിച്ചിട്ടുണ്ട്. 2018 ഒരു സ്ക്വാഡിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഫൈനൽ സ്ക്വാഡിലൊന്നും നൈജീരിയൻ ടീമിലേക്ക് അദ്ദേഹത്തിന് ഇടം പിടിച്ചില്ല. അങ്ങനെ ഒരു പ്രൊഫൈലായിട്ടാണ് അദ്ദേഹം വന്നിരുന്നത് എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഒരു ഫിസിക്കൽ പ്ലെയറാണ്. അതാണ് ഒരു എബിലിറ്റി. ഇപ്പം കഴിഞ്ഞ സീസൺ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് കാണാൻ സാധിക്കുന്നുണ്ട് വിയറ്റ്നാം ലീഗിലേക്കാണെങ്കിലും. സോ ഇതോടുകൂടി ഒരു കാര്യമൊക്കെ ക്ലിയർ ആകുന്നു. ഇപ്പം ജംഷഡ്പൂരിൻ്റെ ഒരു വിദേശ നിരയെപ്പറ്റി ഞാൻ സംസാരിച്ചാൽ പറഞ്ഞിരുന്നു, അങ്ങനെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഒരു നേരെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പം ഹാവി ആണെങ്കിലും സിവേറിയോ, ജോർദൻ മറി, ഇപ്പം എസ് എ ആണെങ്കിൽ പോലും ഒരു ഫിസിക്കൽ പ്ലേയേഴ്സാണ്. സോ നമുക്കറിയാമല്ലോ കാലി ജമീലിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് തന്നെ ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് ആണ്, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ഫുട്ബോളൊന്നും അല്ല. സോ അതിന് പറ്റിയിട്ടുള്ളൊരു കാര്യങ്ങളാണ് വർക്കൗട്ട് ചെയ്തെടുക്കുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു സൈനിങ് കാണുമ്പം നമുക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്. FC ഗോവ യാങ്ലം സെനൻഡോവ സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറെ സൈൻ ചെയ്യുന്നുണ്ട്. ഒരു ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ളൊരു താരമാണ്, 18 വയസ്സേ ഉള്ളൂ. റിലയൻസിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റാണ്. ഇദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയാനില്ല, ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. സോ ഒരു സെറ്റ് പീസൊക്കെ എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ സ്റ്റിൽ യങ് ആണ്. അവരുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ജയ് ഗുപ്തയും ആകാശ് അംഗാനയും പോലത്തെയൊക്കെ പ്ലെയേഴ്സ് ഉണ്ട്. സോ അവിടേക്ക് ഒരു അഡീഷനാണ്. 2-3 ഓഫ്ലോഡ് ചെയ്തിരുന്നു ലെഫ്റ്റ് ബാക്ക് ആയിട്ടുള്ള പ്ലെയേഴ്സിനെ. അപ്പോൾ അതിന് ഒരു റീപ്ലേസ്മെൻ്റ് നിലയിൽ കൊണ്ടുവരുന്നു. ഇത്തവണത്തെ റിലയൻസ് അക്കാഡമി ഒരു നല്ല ബാച്ചാണ്, വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ടാലൻസ് വരാൻ സാധ്യതയുള്ള ബാച്ചാണെന്നൊക്കെയുള്ള ചില അഭിപ്രായങ്ങളുണ്ട്. അപ്പം പല പ്ലേയേഴ്സ് ഇപ്പോൾ ഒഡീഷയിലേക്ക് പോയിരുന്നൊരു ഭട്ടാചാര്യ, പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മുംബൈയിൽ സൈൻ ചെയ്തിട്ടുള്ള ഒരു പ്ലെയറുടെ കാര്യം പറഞ്ഞിരുന്നു, അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ. ആൻഡ് അലൻ സജിയുടെ കാര്യം പറഞ്ഞു, ഗോവ തന്നെ സൈൻ ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഇതാ മറ്റൊരു പ്ലെയറെ കൂടി റിലയൻസിൽ നിന്ന് ഇവർ ഗോവയെ എത്തിക്കുന്നു എന്നുള്ളതാണ്. സോ ഇൻട്രസ്റ്റിംഗ്. എന്താണെങ്കിലും നമുക്ക് ബാക്കി കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.